കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാനപ്പോൾ അപ്പോൾ സുധീഷ് പറയുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞത്. ഇനി ഒരു കാര്യം ചെയ്യും, ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകരുത് കേട്ടാ. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൂടെ പോരും, മനസ്സിലായ? തൻ്റെ ചേട്ടൻ എന്താടോ കത്തിയും കൊണ്ട് നടക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുഭാഷിനോട് പറയും, സുഭാഷ് ചേട്ടാ ഞാൻ അച്ഛനില്ലായിരുന്നെങ്കിൽ അത് ഞാനായിരിക്കണം എന്ന് ഹോസ്പിറ്റലിൽ കിടക്കണ്ടേന്നൊക്കെ പറയും. അത് ഭാസ്കരനാണെന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വേദന ഉണ്ടാവും, അത് മറയ്ക്കാനാവും ഈ പാട്ട് പാടണേന്നൊക്കെ പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. സുഭാഷ് ചേട്ടാ ഞാൻ അകത്തേക്ക് പോട്ടെ എന്ന് പറയും, മോളിൽ ചെല്ലുമെന്ന് പറയും. അതിനുശേഷം നമ്മുടെ നികേഷ് വന്നിട്ട് സുധീഷിനെ കളിയാക്കിയിട്ട് പറയും, ഈ കൂട്ടത്തിൽ കൂടെ അയാൾ എല്ലായിടത്തും കൂടെ പോകാനുള്ള അവസരം സംഘടിപ്പിച്ചല്ലേ കള്ള എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നികേഷും ഹരീഷും കൂടെ ഹാളിൽ ഇരിക്കായിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിധി ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഇരിക്കുന്ന നിധി ഫോൺ കൈ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഏട്ടത്തി വിളിക്കും. അപ്പോൾ ഏട്ടത്തി പറയും, നിധി ഇന്ന് വല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്ന് പറയും. ഏട്ടത്തി എന്നോട് അതേക്കുറിച്ചൊന്നും ചോദിക്കല്ലേ, എനിക്ക് ദേഷ്യം വന്നിരിക്കുന്നു. ഒരേ വയറ്റിൽ ജനിച്ചെന്ന് പോലും അയാൾ ചിന്തിച്ചില്ല. അയാൾ എന്നെ എന്തൊക്കെ ചെയ്തായി കണക്കിന് ആ നാട്ടിലേക്ക് എനിക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുവാദം മേടിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. നീ കോളേജിൽ പോയ കാര്യം അരുണേട്ടൻ എങ്ങനെ അറിഞ്ഞെന്ന് പറയും. അതിന് എന്നോട് ചോദിക്കണേന്ന് പറയും. നീ കോളേജിൽ പോകുന്ന കാര്യം എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്നെ നിനക്ക് സംശയിക്കാമെന്ന് പറയും. പിന്നെ നിൻ്റെ കൂടെ വന്നത് ആരാണ്? അയാൾ വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അയാൾ അടിച്ചതെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. മോശമായിട്ട് പെരുമാറിയെന്ന് അടിക്കുകയല്ല ചെയ്തത്. അതെ അയാൾ ഇന്ന് ഈ വീട്ടിലൊരു മരണം നടന്നേനെ. നിങ്ങൾ അയാളെന്ന് പറയുന്ന ആരെന്നറിയോ? സുധീഷിൻ്റെ അച്ഛനാണത്. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായത് കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാനായിരിക്കണം മരണപ്പെടണത്. നിങ്ങളുടെ ഭർത്താവ് എന്താ ഗുണ്ടയാണോ കത്തിയൊക്കെ കൊണ്ട് നടക്കാൻ? എന്നെ കുത്താൻ വന്നതാണ്, അദ്ദേഹം തടഞ്ഞതും എന്നൊക്കെ പറഞ്ഞ് നിധി ദേഷ്യപ്പെടുന്നു. അച്ഛനെ മക്കളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുകയും വേണം, അവരെ സംരക്ഷിക്കുകയും വേണം, അതിന് കണക്ക് പറയുന്നത്. അച്ഛനെ കണക്ക് പറഞ്ഞതിനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് അയാൾ പറയുന്നത്. അയാൾക്ക് എന്താ അവകാശമുണ്ട് അത് കണക്ക് പറയാനായിട്ട്? ഇവിടെ അച്ഛനും അമ്മയൊക്കെ അരുണേട്ടനെ വഴക്ക് പറഞ്ഞു നിധി അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അരുണേട്ടനെ വഴക്ക് പറയുന്നു. ചേട്ടത്തി എന്നോട് അവരുടെ കാര്യമൊന്നും പറയണ്ട, നിങ്ങളുടെ അമ്മായിച്ചനും കണക്കണം, നിങ്ങളുടെ ഭർത്താവും കണക്കണമെന്ന് പറയും. രണ്ടുപേരെയും സ്വഭാവം എനിക്ക് നന്നായി അറിയാമെന്ന് പറയും. അപ്പോൾ നിധി വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ, ഞാനേ സർട്ടിഫിക്കറ്റ് അതായത് അച്ഛൻ പഠിപ്പിച്ചാണ്, അച്ഛൻ്റെ പണമാണ്, നീ ഇത് നേടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഉപദ്രവിച്ചത്. എന്നെ അടിക്കുക പോലും ചെയ്ത്. സുധീഷിൻ്റെ അച്ഛനില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താണെന്നറിയോ? പിന്നെ ഇന്ന് സുധീഷിൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനൊരു കേസ് കൊടുത്തന്ന് നിങ്ങളുടെ ഭർത്താവ് ജയിലിലായേനേട്ടാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നിധി. പ്ലീസ് നീ എന്നോട് ദേഷ്യപ്പെടില്ലെന്നാണ്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട ഏട്ടത്തി, പോകാൻ പറയും. അതിനുശേഷം അവിടേക്ക് സുധീഷ് വരും. സുധീഷ് വരുമ്പോൾ അതെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താന്ന് ചോദിക്കും നിധിനോട്. ആ സുഭാഷേട്ടൻ്റെ പറഞ്ഞ പെൺകുട്ടിയുടെ ആൾക്കാർ അവിടുന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അതായത് ഒരു പെൺകുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. സെയിൽസ് ഗേൾ എന്ന് പറയും. ആണോ? അപ്പോൾ ഈ നേരത്തെ വിളിച്ചാലോ എന്ന് ചോദിക്കും. വേണ്ട ഇപ്പോൾ വിളിക്കണ്ട, ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോശമല്ലേ എന്ന് പറയും. അതെ അല്ലേ, ശരിയാന്ന് പറയും. അപ്പോൾ പറയാടോ തിരക്കിൻ്റെ ഇടയിൽ അത് ചോദിക്കാൻ മറന്നു, തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്തായെന്ന് പറഞ്ഞപ്പോൾ അത് പ്രിൻസിപ്പാൾ ലീവാണ്, അവിടെ നിന്ന് ഒരു ലെറ്റർ തന്ന് ആ ലെറ്റർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി FIR അടക്കം സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ രേഖ വേണം, എന്നിട്ട് വേണം കോളേജിലേക്ക് ചെല്ലാന്ന് പറയും. ആ പേപ്പറാണ് എൻ്റെ ചേട്ടൻ കീറിക്കളഞ്ഞെന്ന് പറയും. എത്ര ക്രൂരമായ മനുഷ്യന്മാരാണെന്ന് പറയും. അത് വെച്ച് നോക്കുമ്പോൾ ഈ വീട് സ്വർഗ്ഗമാണെന്ന് പറയും. എടോ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും, അവരുടെ സമ്പാദ്യം, പഠിപ്പ്, സ്റ്റാറ്റസ്, അതൊക്കെ അല്ലേ താൻ കളഞ്ഞത്. അപ്പോൾ ആ ഒരു നാണക്കേടുണ്ടാവും അവർക്കെന്ന് പറയും. അവരെ നാട്ടിൽ അവരെക്കുറിച്ച് അന്വേഷിച്ചാൽ നല്ല വീട്ടുകാരെന്ന് പറയും. നിങ്ങളുടെ വീട്ടിനെ കുറിച്ച് അന്വേഷിച്ചാൽ പുറത്തുള്ളവർ പറയും കൊള്ളില്ലാത്ത വീടും കൊള്ളില്ലാത്ത ആൾക്കാരെന്ന്. പക്ഷേ ഈ വീട്ടിലെ എല്ലാവരും എത്ര നല്ലവരാണ്. ഒരാളൊഴിച്ച് ഈ വീട് സ്വർഗ്ഗമാണെന്ന് എനിക്കിപ്പോൾ എന്ന് പറയും. ഒരാളൊഴിച്ച് ഈ വീട്ടിലെല്ലാവരും നല്ലതെന്ന് പറയും. അച്ഛനല്ലേ, അച്ഛൻ സ്വഭാവം അങ്ങനെ, അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയും. അച്ഛനല്ല, നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ പാവോടെന്ന് പറഞ്ഞ് നീതി നേരെ അകത്തേക്ക് പോകും. എടോ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന പോലെ ഒന്നും പറയല്ലേ എന്ന് പറയും. ഒന്ന് നന്നായി സംസാരിച്ച് വന്നതായിരുന്നു, പോട്ടെ അടുക്കണുണ്ട് എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് സുധീഷ് ഭക്തിഗാനമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നികേഷും ഹരീഷും ഇങ്ങനെ അന്തം വിട്ടേക്കണം, എന്താണാവോ സുധീഷ് സ്വാമിക്ക് എന്താ പറ്റിയാവോ എന്നറിയാം. അപ്പം വെറുതെ വെള്ളം എടുത്തിട്ടുണ്ടെന്ന് എല്ലായിടത്തും തെളിച്ച് അപ്പോഴത്തേനും നിധി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശിവൻ്റെ നാമമൊക്കെ ചൊല്ലണ്, കർപ്പൂരം കത്തിക്കിന്, പ്രാർത്ഥിക്കിന്,
എന്നിട്ട് നിധി വന്നപ്പോൾ നിധി ഈശ്വര ഈ വീട്ടിലെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പം നിധിക്ക് സന്തോഷമൊക്കെ തോന്നിയായിരുന്നു. ആ സമയത്ത് തട്ടെടുത്തുകൊണ്ടുവന്ന് കർപ്പൂരം കത്തിച്ചിട്ട് നിധിനോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ നിധി അത് പ്രാർത്ഥിക്കും, ഭസ്മം തൊടും. അനിയന്മാരോട് പറയും ഈശ്വരൻ നിന്ദ പാടില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസം ഇല്ലല്ലോ, എന്നാലും ഇതിൽ നിന്ന് ഇത്തിരി ഭസ്മമൊക്കെ എടുത്ത് തൊട്ടോളാൻ പറയും. അപ്പോൾ നമ്മുടെ ഹരീഷ് ചോദിക്കും, സുധീഷ് സ്വാമി ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ കുളിച്ചോ പൂജിക്കുന്നേക്കാൾ മുന്നേ എന്ന് ചോദിക്കും. ഞാൻ കുളിച്ചതെന്ന് പറയും. അപ്പോൾ ഹരീഷും പറയും ഇല്ലില്ല കുളിച്ചിട്ടില്ല, ഇന്നലെ കാലത്ത് കുളിച്ചാണെന്ന് പറയും. അപ്പോൾ നിധിയെ നിധിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് സുധീഷ് ആകെ ചമ്മും. അയ്യേ കുളിക്കാനാണോ പൂജ ചെയ്യുന്നത്, ആ തട്ടോടെ കൊണ്ടുവച്ചേന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു നിധി. അത് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സ് ശുദ്ധമായാൽ മതി, മനസ്സ് ശുദ്ധം, അവിടെ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിധി ദേഷ്യപ്പെടും. എന്നിട്ട് പറയും ഇങ്ങോട്ട് വായോ എന്ന് പറയും. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ചെല്ലും. എന്താണെന്ന് ചോദിക്കുന്നത്, ഒരു ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്ന് പറയും. നോക്കി ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ നല്ല പെൺകുട്ടി, വിളിച്ചാലോ എന്ന് പറയും. വിളിക്കുക എന്ന് പറയും. ആര് വിളിക്കും? ഞാൻ വിളിക്കുക, സംശയം എന്താണെന്ന് സുധീഷ് പറയും. എന്നാൽ പിന്നെ അവർ ഈ ബന്ധം അവിടെ ചെന്ന് അവസാനിപ്പിക്കുമെന്ന് ഹരീഷ് പറയും. അത് ശരിയാന്ന് പറയും. നിങ്ങൾ ഒട്ടും സംസാരിക്കണ്ട. എന്താ ഞാൻ സംസാരിച്ചാൽ നിങ്ങളുടെ തള്ളു കേൾക്കാനല്ല, ഇതൊരു കല്യാണക്കാര്യമെന്ന് പറയും. നിങ്ങളിപ്പോൾ സംസാരിക്കാൻ പോകണമെന്ന് ഞാൻ പറയാം. ഹലോ, ഇന്ന കുട്ടിയുടെ വീടല്ലേ, ഞാനേ ടൗണിൽ ഷോപ്പ് നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ട്രാവൽസ് നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞായിട്ടാവും ഗമ കാണിക്കുക. അത് പാടില്ല എന്ന് പറയും. അങ്ങനെ സുധീഷ് ആകെ ചമ്മി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രമോയുടെ ഭാഗത്താണെങ്കിൽ നമ്മുടെ അച്ഛനെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നതും അച്ഛന് നല്ലൊരു സ്ഥാനം നിധി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മുടെ അച്ഛന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ഛനകത്തേക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് 3 മണിയായപ്പോൾ അലാറം വെച്ച് അച്ഛന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സുഭാഷാണെങ്കിൽ ഈ സുനന്ദയുടെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നൊരു ഭാഗമുണ്ട്. സുഭാഷിന് എപ്പോഴും ഇപ്പോൾ സുനന്ദയുടെ കാര്യം മാത്രമാണ് കല്യാണം ഉറപ്പിച്ചതോടുകൂടി സുനന്ദൻ എന്തായാലും സുഭാഷിന് ഇഷ്ടമുണ്ടെന്നതോടുകൂടി മനസ്സിലാവണ്. നിധി കൊടുക്കണ മരുന്ന് ഭാസ്കരൻ ആദ്യം കഴിക്കാൻ കൂട്ടാക്കൂല. പിന്നെ ഭീഷണിയാണോ എന്നൊക്കെ ചോദിക്കാം. ആ ഭീഷണി തന്നെയാണ്, ഇക്കാര്യത്തിൽ ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടാൽ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.